ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആണ്ടുവട്ടം 6-ാം ഞായർ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഇസ്രായേൽക്കാരുടെ ഇടയിൽ നിലനിന്നിരുന്ന ദൈവിക നിയമങ്ങളെ, പ്രത്യേകിച്ച് 10 കൽപ്പനകളെ പുതിയൊരു മാനം നൽകിക്കൊണ്ട് അവിടെ നിന്ന് ഈ കൽപ്പനകളെ ഇല്ലാതാക്കാനല്ല, മറിച്ച് പൂർത്തീകരിക്കാനാണ് വന്നതെന്ന് പഠിപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു പശ്ചാത്തലം, യേശുനാഥൻ്റെ ചില ചെയ്തികളെ അവിടെ ഉണ്ടായിരുന്ന ഫരിസേയരും നിയമജ്ഞരുമൊക്കെ വ്യാഖ്യാനിച്ചിരുന്നത് അവൻ യഹൂദരെ അല്ലെങ്കിൽ യഹൂദ സംസ്കാരത്തെ ഇല്ലാതാക്കാൻ വന്നവനാണ്, എല്ലാ നിയമങ്ങളെയും ലംഘിക്കാൻ വന്നവനാണ് എന്നൊക്കെയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ക്രിസ്തു വചനത്തിൻ്റെ പൂർണ്ണതയാണ്. അതായത് ദൈവം അവർക്ക് നൽകിയ വചനത്തിൻ്റെ പൂർണ്ണതയാണ്. അവിടുന്ന് വന്നത് മുൻപ് നൽകപ്പെട്ട വചനങ്ങളെ ഇല്ലാതാക്കാനല്ല, മറിച്ച് അത് പൂർത്തീകരിക്കാനാണ്. കാരണം അതിലവർക്ക് നഷ്ടപ്പെട്ടിരുന്ന ചില കാര്യങ്ങളുണ്ട്, അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അത് പ്രത്യേകിച്ച് സ്നേഹം എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ പൂർത്തീകരിക്കാനാണ് കർത്താവ് വന്നത്. അതുകൊണ്ടാണ് സ്നേഹമില്ലാതിരുന്ന നിയമങ്ങളെല്ലാം അവിടുന്ന് അതിലംഘിച്ചത്. എന്നിട്ട് ശിഷ്യന്മാരോട് അവിടുന്ന് പറയും, ഈ ഫരിസേയരുടെയും നിയമജ്ഞരുടെയൊക്കെ നിയമങ്ങളെ അതിലംഘിക്കുന്ന രീതിയിൽ നിങ്ങളുടെ നീതി നിലനിൽക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ദൈവരാജ്യം സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, നിങ്ങൾ ദൈവിക കൽപ്പനകൾ പാലിക്കുമ്പോൾ മനുഷ്യരോടുള്ള സ്നേഹത്തിനും പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് തോന്നിയാൽ പോലും ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ പോയി അവനുമായി രമ്യതപ്പെടണമെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഒരു പൂർണ്ണതയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് യേശുനാഥൻ ഈ ഫരിസേയരുടെ നിയമത്തെ അതിലംഘിക്കണമെന്ന് പറയുന്നത്? കാരണം ഈ കർത്താവിൻ്റെ സമയത്ത്, അതായത് അവിടെ നിന്ന് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽക്കാർക്ക് 613 എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ നിയമങ്ങളും നിയമ വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ നിയമങ്ങളങ്ങെ കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഫരിസേയരും നിയമജ്ഞരും, അവരെല്ലാവരുമല്ല, അവരിലേറെ പേരും ഈ നിയമങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകിയിരുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ ഒത്തിരിയധികം ബുദ്ധിമുട്ടിപ്പിച്ചിരുന്നു. ഇസ്രായേൽ മനുഷ്യരെ അവർ ഈ നിയമങ്ങളെ പാലിക്കണമെന്ന് പറഞ്ഞും അതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞും ഒരുപാട് ബുദ്ധിമുട്ട് അവർ നൽകിയിരുന്നു. മാത്രമല്ല, ഇവർ ആ നിയമങ്ങൾ പാലിച്ചിരുന്നോ എന്നുള്ളതൊരു ചോദ്യവും മാത്രം ആയിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഇവരുടെ നിയമത്തെ അതിലംഘിക്കണമെന്ന് കർത്താവ് പറയുന്നത്? കാരണം ഇവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്, തെറ്റായ 3 കാര്യങ്ങൾ. ഒന്ന്, ഇവർ നിയമങ്ങൾ പഠിപ്പിച്ചിരുന്നു, പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരുന്നില്ല. അതുകൊണ്ടാണ് യേശുനാഥൻ ചിലപ്പോഴെങ്കിലും പറഞ്ഞത്, മോശയുടെ നിയമങ്ങളാണ് അവർ പറയുന്നത്, നിയമങ്ങൾ നിങ്ങൾ പാലിക്കുക, അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുപിടിക്കരുത്. കാരണം അവർ നിയമങ്ങൾ പാലിച്ചിരുന്നില്ല, അവർ പഠിപ്പിച്ചിരുന്നു, പാലിച്ചിരുന്നില്ല, പ്രാവർത്തികമാക്കിയിരുന്നില്ല. കാരണം ദൈവിക നിയമങ്ങൾ പാലിച്ചിരുന്നാൽ ആ സമൂഹം തന്നെ മാറി മറിയുമായിരുന്നു. രണ്ടാമത്, ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് വേണ്ടി തന്നെ നിയമങ്ങളെ വളച്ചൊടിച്ചിരുന്നു. നിയമങ്ങളെ പാലിക്കുന്നതിൽ നിന്ന് നിയമങ്ങളെ വളച്ചൊടിച്ചിട്ട്, നമ്മൾ യേശുനാഥൻ പറയുന്നുണ്ട്, ഇവർ ഈ മാതാപിതാക്കന്മാരെ നോക്കുന്നതിന് പകരം അവർക്ക് ഖുർബാൻ എന്ന് പറയുന്ന കുറച്ച് സംഭവം നൽകി അവരെ നോക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടേതായ രീതിയിൽ ദൈവിക നിയമങ്ങൾ അവർ വളച്ചൊടിച്ചിരുന്നു. മൂന്നാമത്, ഇവർ ചില പ്രവൃത്തികൾ ചെയ്തിരുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണ്, ഒരു ഷോ ഓഫ് അവർ നടത്തിയിരുന്നു. അപ്പം ഇത് 3 കർത്താവ് പഠിപ്പിച്ചിരുന്നത് പാലിച്ചിരുന്ന മനുഷ്യർ ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ചെയ്യരുത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, അവരുടെ നീതിയെ അതിലംഘിക്കുന്ന നീതിയായി നിങ്ങളുടെ ജീവിത രീതി മാറണമെന്ന്. എന്നിട്ട് യേശുനാഥൻ പറയും, നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് മനുഷ്യരോടുള്ള സ്നേഹത്തിനും നിങ്ങൾ പ്രാധാന്യം നൽകണം. കാരണം ഇവരെ സംബന്ധിച്ച്, ഇസ്രായേൽക്കാരെ സംബന്ധിച്ച്, അവർ ദൈവിക നിയമങ്ങൾക്ക് പ്രാധാന്യം നൽകി മനുഷ്യരെ സ്നേഹിക്കാൻ മറന്നുപോയവരാണ്. ഇവിടെ യേശുനാഥൻ ഇന്നത്തെ സുവിശേഷത്തിൽ ചില നിയമങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഈ എടുത്തു പറയുന്ന നിയമങ്ങൾ നമുക്കറിയാം, 10 കൽപ്പനകൾ നമുക്ക് 2 നിയമങ്ങളായി സംഗ്രഹിക്കാൻ സാധിക്കും, ദൈവത്തോടുള്ള കൽപ്പനകളും മനുഷ്യരോടുള്ള കൽപ്പനകളും. ഇവിടെ യേശുനാഥൻ പ്രത്യേകിച്ച് വ്യാഖ്യാനം നൽകുന്നത് ഈ മനുഷ്യരോടുള്ള കാര്യങ്ങളാണ്. വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കൽപ്പനകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനെ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാരണം അപ്പോൾ അവിടുന്ന് പറയുന്നത്, ഈ മനുഷ്യരോടുള്ള നമ്മുടെ സ്നേഹം, അതിലും പൂർണ്ണത നമുക്ക് ഉണ്ടാവണമെന്നാണ്. ഇസ്രായേൽക്കാരിൽ പ്രത്യേകിച്ച് ഈ ഫരിസേയരും നിയമജ്ഞരും അത് മറന്നുപോയവരാണ്. ദൈവിക കൽപ്പനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മനുഷ്യരോടുള്ള സ്നേഹത്തിനും കരുണയ്ക്കുമൊക്കെ അവർ മറന്നുപോയവരത്. അതുകൊണ്ട് യേശുനാഥൻ അത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് സ്നേഹത്തിൽ അവിടുന്ന് ഇതിനെ ഒന്നുകൂടി തിരുത്തി എഴുതുകയാണ്. ചുറ്റുമുള്ള മനുഷ്യരോട്
കുറച്ചും കൂടിയൊക്കെ സ്നേഹം കാണിക്കുന്ന മനുഷ്യരെ മാറണമെന്നാണ് സുവിശേഷം ഓർമ്മിക്കുന്നത്. അതുകൊണ്ടാണ് വെറുപ്പും വിദ്വേഷം വെച്ചുകൊണ്ട് നിങ്ങൾ എന്തിനു വരരുത്, ഈ ദൈവത്തിന് ബലിയർപ്പിക്കാൻ വരരുത്. ഇത് പറയുമ്പോൾ യേശുനാഥൻ്റെ മനസ്സിൽ പഴയ നിയമത്തിലെ ഒരു ബലിയുടെ ഓർമ്മ ഉണ്ടാവണം. കാരണം കായനും ആബേലും ബലിയർപ്പിക്കുമ്പോൾ ആ ബലി നാശത്തിൻ്റെയും ആപത്തിൻ്റെയും ബലിയായി മാറിയത് ഈ വെറുപ്പ് ഉള്ളിൽ വെച്ചതുകൊണ്ടാണ്. കായൻ സഹോദരനോടുള്ള സ്നേഹത്തെ മറന്നുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് കായനെ ആബേലിനെ കൊല്ലേണ്ടി വന്നത്. ആ ബലി ഇവിടെ ഇനി ആവർത്തിക്കപ്പെടരുത്. അതുകൊണ്ടാണ് അവിടുന്ന് പറയുന്നത്, നിങ്ങൾ ബലിയർപ്പിക്കാൻ വരുമ്പോൾ സഹോദരനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞവസാനിപ്പിച്ച് സ്നേഹത്തിലാണ് ഈ ബലി അർപ്പിക്കേണ്ടത്. ഇനി ഈ ക്രിസ്തുവിൻ്റെ പശ്ചാത്തലത്തിൽ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് സുവിശേഷം എഴുതപ്പെട്ട കാലഘട്ടത്തിൽ ഒത്തിരിയധികം പീഡനങ്ങൾ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന ഒരു സമയമാണ്. ക്രൈസ്തവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് അവിടുന്ന് പറയുന്നത്, നിങ്ങൾക്ക് ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ആരോടും ശത്രുത ഉണ്ടാകുന്നത്. കാരണം ഉള്ളിൽ ഒരു ശത്രുത ഉണ്ടാവരുന്നതാണ്. നമ്മളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. ഇതിൻ്റെ പൂർണ്ണത നമുക്ക് മനസ്സിലാകുന്നത് ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയിലാണ്. ഈ കുരിശിൻ്റെ ബലിയിൽ അവിടുന്ന് അവൻ്റെ ബലി പൂർണ്ണമാക്കുമ്പോൾ തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് ക്ഷമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക ഇതാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ മാതൃകയാണ്. അപ്പോൾ ഈ സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ബലി അർപ്പിക്കേണ്ടവരാണ്, നമ്മൾ ഈ ക്രിസ്തുവിൻ്റെ നിയമം പാലിക്കേണ്ടവരാണ്. അപ്പോൾ അവൻ്റെ നിയമം സ്നേഹത്തിൻ്റെ നിയമമാണ്. ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യരെ സ്നേഹിക്കുക, അപ്പോൾ നിന്റെ ബലിയൊക്കെ പൂർണ്ണമായി മാറും എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ബലി പൂർണ്ണമാകാൻ നമുക്ക് ശത്രുതാ മനോഭാവമല്ല, എൻ്റെ ദൈവം എന്നെ പഠിപ്പിക്കുന്നത് സ്നേഹത്തിൻ്റെ മനോഭാവമാണ്. അപ്പോൾ അങ്ങനെ സ്നേഹത്തിൽ അവിടുന്ന് നിയമത്തെ മുഴുവനും പൂർത്തീകരിക്കുകയാണ്. എന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെയാണ്, സ്നേഹം കൊണ്ട് നമ്മുടെ നിയമങ്ങളൊക്കെ നമ്മൾ പൂർത്തീകരിക്കുന്ന മനുഷ്യരായി മാറണം. നമുക്ക് ദൈവത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. അപ്പോൾ ഈ പരിസര നിയമത്തിന് കാണിച്ചിരുന്നത് പോലെ അവിടുന്ന് പഠിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറണം. അപ്പോൾ ഞാൻ ഈ നിയമങ്ങൾ പാലിക്കുന്നത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, അതെൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധമായി മാറണം. ഇനി ഞാൻ എൻ്റെ ദൈവിക നിയമങ്ങളെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വളച്ചൊടിക്കുന്ന മനുഷ്യരാകാതെ അവരുടെ നന്മയുണ്ടാകുന്ന രീതിയിൽ ദൈവിക നിയമങ്ങൾ ഉപയോഗിക്കുന്നവരായി മാറണം. അങ്ങനെ പൂർണ്ണതയിലെത്തുമ്പോഴാണ് എൻ്റെ ക്രിസ്തുവിനോടുള്ള എൻ്റെ സ്നേഹം പൂർണ്ണമായി മാറുന്നത്. വളരെ മനോഹരമായ ഒരു സംഭവം കേരളത്തിലെ എറണാകുളത്ത് നടന്നതായി നമുക്കറിയാം. ഒരു വൈദികൻ, അദ്ദേഹം ആ ഇടവകയിലെ മുതിർന്ന കുറച്ച് വ്യക്തികൾ, അതായത് അപ്പന്മാരെയും അമ്മമാരെയും ഒക്കെ ചേർത്തുകൊണ്ട് ഒരു വിനോദയാത്ര പോവുകയാണ്. അങ്ങനെ അദ്ദേഹം വരാൻ വൈകുന്നത് കണ്ടിട്ട് ഈ യാത്രയിൽ പങ്കെടുത്ത ഒരമ്മയുടെ മകൻ അച്ഛനെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു, പക്ഷെ സാധിക്കുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് അച്ഛനെ കിട്ടുന്നു. അപ്പം വരാൻ ഇത്തിരി വൈകുമെന്ന് അറിയിക്കെങ്കിലും ഇദ്ദേഹം കുറച്ച് ക്ഷുഭിതനാകുന്നുണ്ട്. അപ്പം ഇവർ വന്നപ്പോൾ ഇത്തിരി വൈകി എത്തിക്കഴിഞ്ഞപ്പോൾ ഈ യാത്രയിൽ പങ്കെടുത്ത ഒരു അമ്മയുടെ മകൻ അച്ഛനോട് കയർക്കുകയും അച്ഛനെ തള്ളുകയും ചെയ്തു. അപ്പോൾ ഇത് വളരെയധികം പ്രശ്നമുണ്ടാക്കി ഇടവകയിൽ. അദ്ദേഹത്തെ ഇടവകയിൽ നിന്ന് പുറത്താക്കണമെന്നും പരസ്യമായി മാപ്പ് പറയണമെന്നൊക്കെ അവർ കമ്മിറ്റിയിൽ തീരുമാനമെടുത്തു. അങ്ങനെ ഞായറാഴ്ച ഈ മനുഷ്യൻ വൈദികനോട്, വികാരി അച്ഛനോട് മാപ്പ് പറയണം എന്നവർ തീരുമാനമെടുത്തു. അപ്പോൾ കുർബാനയുടെ ഇടയിൽ പ്രസംഗത്തിന് ശേഷം അച്ഛൻ വിളിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം വന്ന് ഈ മാപ്പ് പറയണം. അപ്പോൾ കുർബാനയുടെ ഇടയിൽ പ്രസംഗം കഴിഞ്ഞ് അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ പേര് ചൊല്ലി വിളിച്ചു. ആളുകളെല്ലാം ഇദ്ദേഹത്തെ നോക്കിയാണ്. ഇദ്ദേഹം വളരെ അപമാനിതനായി ആൾത്താരയിലേക്ക് കയറുകയാണ്. പക്ഷെ ആൾത്താരയിലേക്ക് കയറിയ ഇദ്ദേഹത്തെ അച്ഛൻ അവിടെ ഒരു കസേരയിട്ട് ഇരുത്തുകയും അദ്ദേഹത്തിൻ്റെ കാല് കഴുകി ചുംബിക്കുകയും അദ്ദേഹത്തോട് എനിക്ക് നിങ്ങളോട് വെറുപ്പോ വിദ്വേഷമില്ല, നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ട എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ അവിടെ നടന്നത് ബലി അർപ്പിക്കുമ്പോഴുള്ള ആ വിരോധം അച്ഛൻ്റെ മനസ്സിൽ നിന്ന് അത് കഴുകിക്കളയും. ഈ മനുഷ്യൻ എല്ലാവരുടെ മുമ്പിലും തലകുനിഞ്ഞ് ഇദ്ദേഹം മാപ്പ് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയൊരു മുറിവായി അത് അവശേഷിച്ചേനെ. പക്ഷേ ഇദ്ദേഹം അച്ഛനെ കെട്ടിപ്പിടിച്ച് കണ്ണുനീര് കൊണ്ട് മാപ്പ് പറയുകയും ചെയ്തു. അപ്പം ഇതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ നിയമം എന്ന് പറയുന്നത്. ആരെയും മുറിപ്പെടുത്തുന്ന നിയമമല്ല, മുറിവുകൾ വച്ചു കെട്ടുന്ന നിയമമാണ് ക്രിസ്തുവിൻ്റേത്. അതുകൊണ്ടാണ് നമ്മളോടും പറയുന്നത് ഈ 10 കൽപ്പനകൾ വലിയ മുറിവുകൾ നൽകുന്ന കൽപ്പനകളായിട്ടാണ് ഇസ്രയേലിൽ നിയമജ്ഞരും പരിസയരും ഒക്കെ പാലിച്ചിരുന്നത്. പക്ഷേ ക്രിസ്തു അതിനെ സൗഖ്യപ്പെടുത്തുന്ന സ്നേഹത്തിൻ്റെ നിയമമാക്കി നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരികയാണ്. എന്നിട്ട് നമ്മളോട് പറയുന്നത് ഇത് നമ്മൾ പാലിക്കണമെന്ന്. അപ്പോൾ എൻ്റെ നിയമങ്ങൾ ഇതപ്പോൾ എനിക്ക് ബേർഡനായി മാറില്ല, ഭാരമുള്ള നിയമങ്ങളല്ല. സ്നേഹം വന്നു കഴിയുമ്പോൾ നിയമങ്ങളൊക്കെ പാലിക്കാവുന്ന, എല്ലാവർക്കും പാലിക്കാവുന്ന സ്നേഹത്തിൻ്റെ നിയമങ്ങളെ മാറും. അപ്പോൾ സുവിശേഷം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയാണ്, പരിസയരെ പോലെ ജീവനില്ലാത്ത, സ്നേഹമില്ലാത്ത നിയമങ്ങൾ പാലിക്കുന്ന മനുഷ്യരാകാനല്ല, സ്നേഹത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന ക്രിസ്തുവിൻ്റെ മനുഷ്യരാകാനാണ്. അപ്പോൾ ഈ ബലിയിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിനുള്ള ബലവും കൃപയും നമുക്ക് നൽകട്ടെ. ആമേൻ.